ദിനംപ്രതി ആയിരത്തിലേറെ രോഗികൾ ആശ്രയിക്കുന്ന പൊന്നാനി താലൂക്ക് ആശുപത്രിയിലെ രോഗികളുടെ ദുരിതങ്ങൾക്ക് അറുതിയായില്ല. ഒപിയിലെത്തുന്ന രോഗികൾ മണിക്കൂറുകൾ ക്യൂ നിന്ന് വലയുന്നു. ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തതാണ് ഒപി പ്രവർത്തനങ്ങളെ താളം തെറ്റിക്കുന്നത്. ദിനംപ്രതി ആയിരത്തിലേറെ രോഗികൾ ആശ്രയിക്കുന്ന പൊന്നാനി താലൂക്ക് ആശുപത്രിയിലെ രോഗികളുടെ ദുരിതങ്ങൾക്ക് അറുതിയായില്ല. ഡോക്ടർമാരില്ലാത്തതാണ് ഒപി പ്രവർത്തനങ്ങളെ താളം തെറ്റിക്കുന്നത്. നൂറുകണക്കിന് ആളുകൾ എത്തുന്ന കാലത്തുപോലും രോഗികളെ പരിശോധിക്കാൻ വെറും 2 ഡോക്ടർമാർ മാത്രമാണുള്ളത്. വേനൽക്കാല രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ പൊന്നാനി താലൂക്ക് ആശുപത്രിയിലെത്തുന്ന രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. ദിനംപ്രതി ശരാശരി 1000-ലധികം രോഗികളാണ് ഒപിയിൽ എത്തുന്നത്. മണിക്കൂറുകളോളം കാത്തുനിന്നാണ് രോഗികൾക്ക് ഒപി ടിക്കറ്റ് ലഭിക്കുന്നത്. തുടർന്ന് ഡോക്ടറെ കാണാനും മണിക്കൂറുകളോളം കാത്തുനിൽക്കണം. ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തതാണ് രോഗികളുടെ ക്യൂ മണിക്കൂറുകളോളം നീളാൻ കാരണമാകുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ഡോക്ടർമാരിൽ മിക്കവരും ട്രാൻസ്ഫർ ആയതിനു ശേഷം പുതിയ ഡോക്ടർമാർ എത്തിയിട്ടില്ല. താൽക്കാലിക ഡോക്ടർമാർക്ക് കുറഞ്ഞ വേതനം മാത്രം ലഭ്യമാവുന്നതിനാൽ താൽക്കാലിക ഡോക്ടർമാരും ഇങ്ങോട്ട് വരാൻ മടിക്കുകയാണ്. 1965 ആശുപത്രിക്ക് അനുവദിച്ച സ്റ്റാഫ് പാറ്റേൺ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. നിലവിൽ പാറ്റേൺ പ്രകാരം 22 ഡോക്ടർമാരാണ് നിലവിൽ വേണ്ടത്. എന്നാൽ 10 ഡോക്ടർമാർ മാത്രമാണ് ആശുപത്രിയിൽ ഉള്ളത്. ദിനംപ്രതി ശരാശരി 3 ഡോക്ടർമാർ കാഷ്വൽ ഹോളിഡേയിലുമായിരിക്കും. രാത്രി ഡ്യൂട്ടിയിലുണ്ടാകുന്ന 2 ഡോക്ടർമാരുടെ സേവനം പകൽ സമയങ്ങളിൽ ലഭിക്കുകയില്ല. ഈ കണക്ക് പ്രകാരം 1000-ഓളം രോഗികളെ ചികിത്സിക്കാൻ വെറും 3-4 ഡോക്ടർമാരാണ് ഉണ്ടാവുക. ഇതിൽ വാർഡ് പരിശോധനയ്ക്കും മറ്റുമായി പോകുന്ന ഡോക്ടർമാർ ഒഴിച്ചു നിർത്തിയാൽ 2 ഡോക്ടർമാരാണ് ഒപി വിഭാഗത്തിൽ തിരക്കേറിയ സമയത്ത് ഉണ്ടാവുക. ഇതാണ് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. PGTV ന്യൂസ് പൊന്നാനി. സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ്. മംഗല്യപ്പട്ടിനെന്നും സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടയ്ക്കൽ.